കൊല്ലം നാണക്കേടിന് രണ്ടാം സ്ഥാനം. സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരല്ല. കേരളത്തിൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യത്തിൽ കൊല്ലം ജില്ലയ്ക്ക് രണ്ടാം സ്ഥാനം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ കൊല്ലം ജില്ല മുന്നിലാണെന്നുള്ള സത്യം പുറത്തു വന്നത് ഒരു നേതാവിന്റെ കവലപ്രസംഗത്തിൽ നിന്നല്ല, ഒരു മഞ്ഞപ്പത്രവും പറഞ്ഞതല്ല. സംസ്ഥാന പോലീസിന്റെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട റിപ്പോർട്ടിലൂടെയാണ് ദേശിംഗനാടിനാകമാനം നാണക്കേട് സൃഷ്ടിക്കുന്ന ഈ വാർത്ത പുറത്തു വന്നത്. സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നതിൽ കൊല്ലവും തൃശൂരുമാണ് മുന്നിലെന്ന് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ വ്യക്തമാക്കുന്നു. 2011 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കണക്കാണിത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതലായി സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുകയും പീഡനത്തിന് വിധേയമാക്കുകയും ചെയ്ത സംഭവങ്ങൾ കൊല്ലം ജില്ലയിലാണെന്നുള്ളത് ദേശിംഗനാടിനാകമാനം കളങ്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിനേക്കാൾ കൂടുതലായി കുറ്റകൃത്യങ്ങൾ സ്ത്രീകൾക്കുമേൽ നടന്നിട്ടുണ്ടാകുമെന്നാണ് അനൌദ്യോഗിക കണക്ക്. വിദ്യാർത്ഥിനികൾ, വീട്ടമ്മമാർ, വിവിധ കേന്ദ്രങ്ങളിൽ തൊഴിലെടുക്കുന്നവർ, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന യുവതികൾ ഉൾപ്പെടെ ഒട്ടനവധി സ്ത്രീകൾ പലതരത്തിലുള്ള അതിക്രമങ്ങൾക്ക് വിധേയരായിട്ടുള്ളതായി പറയപ്പെടുന്നു. ലൈംഗികമായും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സ്ത്രീകൾ മാനാപമാനവും ഭീഷണിയും കാരണം ഇത്തരം അതിക്രമങ്ങൾ തുറന്നു പറയുകയോ പുറത്തു പറയുകയോ ചെയ്യാറില്ലെന്ന് ചില ഉദ്യോഗസ്ഥർ പറയുന്നു. ബലാത്സംഗ ശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീധന പീഡനം, മാനസിക പീഡനം, ഭർത്താവിന്റെയും കുടുംബാംഗങ്ങളുടെയും പീഡനത്തെ തുടർന്നുണ്ടായ കേസുകൾ, പലവിധ പീഡനങ്ങളാൽ മരണപ്പെട്ട സ്ത്രീകൾ, പ്രേമാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട സംഭവം, ലൈംഗിക അഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിലുണ്ടായ അക്രമം, ജീവനെ ഭയന്ന് ഒളിച്ചോടിയ സംഭവം, വിധവകൾക്കും ഭർത്താവ് ദൂരസ്ഥലങ്ങളിലുള്ളവരുമായ സ്ത്രീകൾക്കെതിരായ അപവാദം, അക്രമം, അങ്ങനെ നീളുന്നു ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.